ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ബേബിയുടെ മുടി കളയുന്നതും പിന്നെ ക്രാഡൽ സെറ്റ് ചെയ്യുന്നതും പിന്നെ കാതൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് പല പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ബേബി ജനിച്ച ഉടനെ പ്രീമച്ചർ ബേബി ആയതുകൊണ്ട് അപ്പോൾ BCG എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബേബിയുടെ വാക്സിൻ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ ഫോളോ അപ്പിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നാണ് നമ്മൾ BCG എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറിനെ കയറി കണ്ടു. അപ്പോൾ വാക്സിനുള്ള മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതൊക്കെ വാങ്ങിച്ചതാ വാക്സിനേഷൻ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ബേബിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബേബിക്ക് ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും കൺമഷി എഴുതി കൊടുക്കും, കരിവളയിട്ട് കൊടുക്കും, പിന്നെ അരിയിൽ കറുത്ത ചരടൊക്കെ കെട്ടിക്കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. പിന്നെ ബേബിയുടെ മുടി കളയാൻ കേട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 2 വീക്സ് കഴിഞ്ഞ് ഫോളോ അപ്പ് കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ കളയാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് മുടിയൊക്കെ കളഞ്ഞത്. ഹസ്ബൻഡാണ് കേട്ടോ മുടി വടിച്ചെടുത്തത്. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ക്രാഡിൽ അനിയത്തിയുടെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും സയാനും കൂടിയിട്ട് ക്രാഡിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബേബിയുടെ ക്രാഡിൽ സെറ്റ് ചെയ്യുന്ന അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ സയാൻ്റെ ടൈമിൽ തുണിയുടെ തൊട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബേബിക്ക് ഇങ്ങനത്തെ ഒരു ക്രാഡിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കുമാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇത് ഓർഡർ ആക്കി തന്നത്. സയാന് ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൂടെ നിന്ന് അതൊക്കെ ഹെൽപ്പ് ചെയ്യാനും സ്ക്രൂ ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പപ്പനെ. സ്ക്രൂ ഡ്രൈവറൊക്കെ സയാൻ്റെ മുൻപിൽ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സയാന് സ്ക്രൂ ടൈറ്റ് ചെയ്യണം, ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് കൊടുത്തതാണ് അവൻ്റെ കയ്യിൽ. പിന്നെ ഇതാ ബേബിയുടെ ക്രാഡിൽ പിങ്ക് കളറാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നെറ്റൊക്കെ ഉണ്ട്, മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. നമ്മൾ ബേബിനെ കിടത്തുന്നതിന് മുൻപ് ഇത് മൊത്തത്തിലൊന്ന് കുറച്ച് ഒന്ന് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ബേബിനെ കിടത്തുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ബ്ലാങ്കറ്റും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ബേബിക്ക് 40ൻ്റെ അന്ന് ഇടാൻ കുറച്ച് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാതും കൂടെ കുത്തിയിട്ടാണ് 1 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാതൊക്കെ കുത്തുന്നത്. ഗൺഷൂട്ടല്ല, ഇങ്ങനെ തട്ടാനെ കൊണ്ട് കുത്തിക്കൂലേ, അങ്ങനെയാണ് കേട്ടോ കുത്തിയത്. അപ്പോൾ ഇതാ ബേബി അങ്ങനെ കാതൊക്കെ കുത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു റെസിപ്പി വീഡിയോ ആണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ബ്രസ്റ്റ് ഫീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉലുവ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനുള്ള ഒരു ചെറിയ ഗ്ലാസിൻ്റെ 1/4 ഭാഗം ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. ഒരു 3-4 തവണ നല്ലപോലെ കഴുകണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാനുണ്ട്. പിന്നെ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കണേ. വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചെറിയ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, തേങ്ങയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ പാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി എനിക്കിത് ഉപ്പിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് മധുരമാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉലുവാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് കൂടാനുള്ള ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.